ഔഷധസസ്യത്തോട്ടങ്ങളും മനോഹരമായ പൂന്തോട്ടവുമാണ് കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിലെത്തുന്നവരെ ഇപ്പോൾ വരവേൽക്കുന്നത്. ഉപയോഗശൂന്യമായ ബസിന്റെ സ്പെയർ പാർട്സുകളടക്കം ചെടിച്ചട്ടികളാക്കിയാണ് തോട്ടം ഒരുക്കിയത്. പൂക്കൾ നിറഞ്ഞ സുഗന്ധം പരത്തുന്ന തോട്ടം, 150-ലധികം ഔഷധ സസ്യങ്ങൾ, വൃത്തിയും സുരക്ഷയുമുള്ള ഡിപ്പോ എന്ന ലക്ഷ്യമേറ്റെടുത്താണ് കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ വ്യത്യസ്തമായ മാതൃക തീർത്തത്. ഡിപ്പോയിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരൻ KV അശോകന്റെ പ്രയത്നത്തിലാണ് മനോഹരമായി ഈ തോട്ടം ഒരുങ്ങിയത്. 1 വർഷം മുമ്പാണ് ഔഷധ സസ്യങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചു തുടങ്ങിയത്. ഗാർഡായിട്ട് വന്ന ശ്രീ അശോകൻ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇനിഷ്യേറ്റീവ് സാറേ എന്നോട് പറയുകയുണ്ടായി, ഒരു പൂന്തോട്ടൊപ്പം തന്നെ കുറച്ച് ആയുർവേദ ചെടികളും കൂടി നമുക്ക് തുടങ്ങാം. അങ്ങനെ ചെറിയതായിട്ട് നമ്മൾ തുടങ്ങി. മൊത്തം എല്ലാ ജീവനക്കാരുടെയും ചെറിയ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇപ്പോൾ 100-ൽ പരം വിവിധങ്ങളായിട്ടുള്ള ചെടികൾ നമ്മുടെ ഡിപ്പോയിലുണ്ട്, ആയുർവേദ ചെടികൾ. ഉപയോഗശൂന്യമായ ബസിന്റെ സ്പെയർ പാർട്സുകൾ പൂച്ചട്ടികളായി മാറി. ആമ്പൽ, അനന്തശയനം, താമര, പച്ചത്താമര, ബ്രഹ്മി, ചെക്കി, ശംഖുപുഷ്പങ്ങൾ ഇങ്ങനെ നീളുന്നു തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചെടികളും സസ്യങ്ങളും. ജീവനക്കാരുടെ പിന്തുണയോടെയാണ് സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിൽ തോട്ടമൊരുക്കാൻ കഴിഞ്ഞതെന്ന് തോട്ടം പരിപാലിക്കുന്ന താൽക്കാലിക സുരക്ഷാ ജീവനക്കാരൻ അശോകൻ പറഞ്ഞു. 36 ചട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്നെ അതിലെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായി. എൻ്റെ മനസ്സിലൊരു ധാരണ, ഇവിടെ എന്തെങ്കിലും ആക്കിയാൽ എന്തേന്ന് അങ്ങനെ ചെയ്താൽ അവർ ഒരുപാട് സഹായിച്ചു. ഒരു മെക്കാനിക്കാർ ഫുള്ള് സഹായം. KSEB മുൻ ജീവനക്കാരനായ അശോകനൻ വെള്ളിക്കൊത്ത് കൂലൂത്ത് വളപ്പ് സ്വദേശിയാണ്. നാട്ടുവൈദ്യത്തിൽ പ്രസിദ്ധി നേടിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അശോകൻ മാതാപിതാക്കളിൽ നിന്ന് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടിയിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.